ലേണേഴ്സ് ബഡ്ഡിയിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ ധാതു ഔർ മേം എന്ന ഹിന്ദി പാഠമാണ്. ധാതു എന്ന് പറഞ്ഞാൽ വല്യച്ഛൻ എന്നാണ് അർത്ഥം. നോക്കാം എന്താണ് ലെസനൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. मैं अपने दादाजी के साथ रहती हूँ. ഞാൻ എൻ്റെ വലിയച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ദാദാജി മീൻസ് വലിയച്ഛൻ, ഗ്രാൻഡ് ഫാദർ. മേം അപ്പനെ ദാദാജി കെ സാത്ത് രഹത്തി ഹും. ഞാൻ എൻ്റെ വലിയച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. രഹത്തി ഹും മീൻസ് താമസിക്കുന്നു. ഉൻഹെ മേൻ ദാദ കഹത്തി ഹും. അദ്ദേഹത്തെ ഞാൻ ദാദ എന്നാണ് വിളിക്കുന്നത്, ദാദ എന്നാണ് പറയുന്നത്. दादा मीन्स ग्रैंडफादर. लेकिन जब उन पर बहुत प्यार आता है. लेकिन मीन्स എന്നാൽ ജബ് ഉൻ പർ ബഹുത്ത് പ്യാർ ആത്ത, എപ്പോഴാണോ അദ്ദേഹത്തോട് കൂടുതൽ സ്നേഹം വരുന്നത്, തോ മേം ഉൻഹേം, ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ധാതു ബുലാത്തി ഹെ, ധാതു എന്നാണ് വിളിക്കുക അല്ലേ. സ്നേഹമൊക്കെ കൂടി വന്നപ്പോൾ വരുമ്പോൾ ദാദാജീനെ ധാതു എന്നാണ് വിളിക്കുക. കഫി കഫി ഇടയ്ക്കിടയ്ക്ക് ധാതു മുച്ചെ സിനിമോ ദിഖാനെ ബാഹർ ലേ ജാത്തെ ഹേ. കഫി കഫി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു, ധാതു മുച്ചെ എന്നെ സിനിമ ദിഖാനെ, സിനിമ കാണിക്കാൻ, ബാഹർ ലേ ജാത്തെ ഹേ, പുറത്തേക്ക് കൊണ്ടുപോകും. മുത്തച്ഛൻ്റെ കൂടെ സിനിമയെ കാണാൻ പോകും, അതാ പറയുന്നത്. എപ്പോഴാണോ അല്ല, കഫി കഫി ഇടയ്ക്കിടയ്ക്ക്. ധാതു മുച്ചേ സിനിമ ദിഖാനെ ബാഹർ ലേ ജാത്തെ ഹേ, സിനിമ കാണാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകും. മേം ഉൻകി ഗോദി മേ ബൈഠ്കർ, ഞാൻ അദ്ദേഹത്തിൻ്റെ മടിത്തട്ടിലിരിക്കും. ഗോദി മീൻസ് മടി, അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കും. ഗോദി മേ ബൈഠ്കർ ഹോൺ ബജാത്തി ഹും. കണ്ടില്ലേ, ആ വണ്ടിയുടെ അകത്ത് ഇരിക്കുന്ന കണ്ടില്ലേ. ഇപ്പം ഇരിക്കുന്നത് മടിലല്ല, ഇപ്പം അപ്പുറത്തെ സീറ്റിലായിരിക്കുന്നു, പടത്തിൽ കാണുന്നത് കേട്ടോ. ഹോൺ ബജാത്തേഹും, അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്നുകൊണ്ട് ഹോൺ മുഴക്കും ചിലപ്പം. പാം പാം രാസ്തയ്ക്ക് സബ് ബക്കറിയാം ഔർ ഗായേം, എല്ലാ ബക്കറിയാം, എല്ലാ ആടുകളും പശുക്കളും. ദൂർ ഹഡ്ജാത്തി, ഹോണിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അവർ പെട്ടെന്ന് വഴിയിൽ നിന്ന് മാറത്തരും ഇല്ലേ, വണ്ടിക്ക് പോകണ്ടേ. അപ്പം കുട്ടി എന്ത് ചെയ്യുന്നു, കുട്ടി ഹോൺ മുഴക്കും. പാം പാം രാസ്തയ്ക്ക് സബ് ബക്കറിയാം, വഴിയിലെ എല്ലാ ആടുകളും, അവർ ഗായേം പശുക്കളും. ദൂർ ഹഡ്ജാത്തി ഹേ, ദൂരേക്ക് മാറി നിൽക്കും ഹോൺ മുഴക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ, ഹോണിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ. ധാതു ക്യോം നഹം ചാന്ദ് പർ ചലേ. വല്യച്ഛ, എന്തുകൊണ്ടാണ് നമ്മൾ ചന്ദ്രനിൽ പോകാത്തത്? മേം പൂജ്തീഹും, ഞാൻ ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? ക്യോം നഹം ചാന്ദ് പർ ചലേ, എന്തുകൊണ്ടാണ് നമ്മൾ ചന്ദ്രനിൽ പോകാത്തത്? അതിൻ്റെ പടത്തിൽ കണ്ടോ ചന്ദ്രനെ കാണിച്ചിരിക്കുന്നത്? വേ സിർ ഹിലാക്കർ ഹസ് ദേത്തെ ഹേ, അത് കേൾക്കുമ്പം അദ്ദേഹം എന്ത് ചെയ്യും, തല കുലുക്കി അങ്ങ് ചിരിക്കും. വേ സിർ ഹിലാക്കർ, ഹിലാക്കർ മീൻസ് കുലുക്കിക്കൊണ്ട്, ഹസ് ദേത്തെ ഹേ, തലയും കുലുക്കി വലിയച്ഛൻ അങ്ങ് ചിരിക്കും. ദാദാക്കെ ദാന്ത് നഹീം ഹേ, വലിയച്ഛന് പല്ലില്ല, പല്ലൊക്കെ കൊഴിഞ്ഞു പോയ പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് അല്ലേ. ദാദാക്കെ ദാന്ത് നഹീം ഹേ, അദ്ദേഹത്തിന് പല്ലില്ല. ജബ് വേ ഹസ്തേ ഹേ തോ, എപ്പോഴാണോ ചിരിക്കുന്നത് അപ്പോൾ ഏക് ഗുലാബി സി ദീവാർ ദിഖായി ദേത്തി, ഒരു റോസ് നിറത്തിലുള്ള ഗുലാബി സി ദീവാർ, റോസ് നിറത്തിലുള്ള ഭിത്തി, ഒരു ഭിത്തി ഒരു വോൾ, ദിഖായി ദേത്തി, എവിടെയാണ് പല്ലിരിക്കുന്ന സ്ഥാനത്ത് പല്ലില്ല, അവിടെ ഒരു മോണ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്ന കുട്ടി പറയുന്ന ഭിത്തി, ദീവാർ. ഏക്ക് ഗുലാബി സി ദീവാർ ദിഖായി ദേത്തി, വായ്ക്കുള്ളിൽ റോസ് നിറത്തിലുള്ള മോണ കാണാം. ദീവാർ മീൻസ് ഭിത്തി എന്നാണ്. അങ്ങനെ ഒരു ഭിത്തിയുണ്ട്, അതിൻ്റെ പേരെന്താണ്? മോണ എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ മോണ കാണാം. ഔർ ഫിർ ഏക്ക് ഗുലാബി സി ഗുഫ, വാ തുറക്കുമ്പോഴാണ് ഒരു റോസ് നിറത്തിലുള്ള ഗുഹയും കാണാം.
വായ്, അദ്ദേഹം വാ വിളിക്കുമ്പം വായുടെ ഉൾവശം ഒരു ഗുഹ പോലെയാണ്. ഏക് കേവ്, ഗുഹ മീൻസ് കേവ്. ജബ് ബാരിഷ് ഹോത്തി ഹേ, എപ്പോഴാണോ മഴ പെയ്യുന്നത്, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ, എപ്പോഴാണോ മഴ പെയ്യുന്നത്. തോ ദാദാ ഖിഡ്കി കെ ബാഹർ ഇഷാര കർത്തേ ഹേ, അപ്പോൾ ജനലിൻ്റെ പുറത്തേക്ക് സൂചന നൽകും, പുറത്തേക്ക് നോക്കി അവിടെ ഉണ്ടോ മഴ പെയ്യുന്നത് എന്ന് കാണിക്കും അല്ലേ. അവർ കഹത്തേ ഹേ, എന്നിട്ട് പറയും ദേഖോ, നോക്കൂ, ബർസാത്ത് ഹോ രഹി ഹേ, ദേ മഴ പെയ്യുന്നു കേട്ടോ, മഴ പെയ്യുന്നെന്ന് പറയും. ബർസാത്ത് മീൻസ് മഴ, ബാരിഷിൻ്റെ സമയത്ത് വർഷം മീൻസ് മഴ, മഴക്കാലത്ത് മഴയെന്നും അർത്ഥമുണ്ട്. ജബ് ബാരിഷ് ഹോത്തി ഹേ, എപ്പോഴാണോ മഴ പെയ്യുന്നത്, തോ താതാ ഖിഡ്കി കെ ബാഹർ ഇഷാര കർത്തേ ഹേ, അപ്പം വലിയച്ഛൻ ജനലിൻ്റെ പുറത്തേക്ക് ചൂണ്ടിക്കാണിക്കും, സൂചന, ഇഷാര കർന ചൂണ്ടിക്കാണിക്കും. അവർ കഹത്തേ ഹേ, എന്നിട്ട് പറയും ദേഖോ ബർസാത്ത് ഹോ രഹേ ഹേ, നോക്കൂ മഴയാകട്ടോ, ചലോ ബാഹർ ചലോ, നമുക്ക് പുറത്ത് പോകാം എന്ന് പറയും, നമുക്ക് പുറത്തേക്ക് പോകാം. ധാതു ഔർ മേം ഹമേശ കുച്ച് അല്ലഗ് കർത്തേ ഹേ, ധാതുവും ഞാനും എപ്പോഴും കുച്ച് അല്ലഗ് കർത്തേ ഹേ, ഞങ്ങൾ അല്പം വ്യത്യാസപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഹം സമുദ്ര തട്ട് പർ ജാത്തേ ഹേ, ഞങ്ങൾ സമുദ്ര തീരത്ത് പോകും. സമുദ്ര തട്ട് മീൻസ് സമുദ്രതീരം, കടൽ തീരത്ത് പോകും. ऊंची नीची लहरों मेरे चारों तरफ उठती गिरती है. ഊംചി നീച്ചി, തിര ഇങ്ങോട്ട് വരുമ്പോഴേ ഉയരം കൂടി താഴെ നാട്ടിങ്ങനെ തിര അടിച്ചാൽ വരുന്നത്. അപ്പം ഉയർന്നും താഴ്ന്നു നിൽക്കുന്ന ലഹരവും പർ വേവ് മീൻസ് തിരകൾക്കിടയിൽ മേലെ ചാരോന്തര ഫുട്ടീകൃത്യഹേ, തിര എൻ്റെ ചുറ്റും വന്നിങ്ങനെ ഓളം അടിക്കും അല്ലേ. അവർ കണ്ടില്ലേ കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്നത്. അപ്പം ചുറ്റും തിരകൾ വന്നിട്ട് ആ തിരകളിങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യും. ഊംചി നീച്ചി ലഹരവും, ലഹരോ മീൻസ് വേവ്സ്, തിരമാലകൾ. മേരെ ചാരോന്തര ഫുട്ടീകത്തിഹേ, എൻ്റെ ചുറ്റും വന്ന് ഉയരുകയും താഴുകയും ചെയ്യും. കടൽക്കരയിൽ നിന്ന് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റും ചെറിയ തിരമാലകൾ ഇങ്ങോട്ട് വരും. അപ്പോൾ തിര ഇങ്ങനെ അടിക്കുമ്പോൾ അത് നമ്മുടെ ചുറ്റും ഉത്തീകൃത്യഹേ, ഉയരുകയും താഴുകയും ചെയ്യും. ചാന്ദ് ഹമാരെ സാത്ത് സാത്ത്, മുകളിലോട്ട് നോക്കുമ്പോൾ കാണാം ചന്ദ്രൻ നമ്മുടെ കൂടെ കൂടെ. ചാന്ദ്, ചാന്ദ് മീൻസ് ചന്ദ്രൻ. ഹമാരെ സാത്ത് സാത്ത്, നമ്മളോട് കൂടെ. ചൽത്താഹേ, നടക്കുന്നു. അവർ ഹവായാം സീറ്റി ബജാത്തി ഹേ, കാറ്റടിക്കുമ്പോണ്ടല്ലോ വിസിലൂതുന്ന സൗണ്ടാണ്. കടൽക്കരയൊക്കെ പോയി നിൽക്കുമ്പോൾ കാറ്റടിക്കുമ്പം ഒരു വിസിലടിക്കുന്ന സൗണ്ടാണ്. സീറ്റി ബജാത്തി ഹേ, വിസിലടിക്കും, അല്ലെ ചൂളം വിളിക്കും. സീറ്റി ബജാന, ചൂളം വിളിക്കുക, വിസിലടിക്കുക എന്നൊക്കെയാണ്. ചാന്ദ് ഹമാരെ സാത്ത് സാത്ത് ചൽത്താ ഹേ, ഞങ്ങൾ നടക്കുമ്പോൾ ചന്ദ്രൻ ഞങ്ങളുടെ കൂടെ നടക്കും. അവർ ഹവായി സീറ്റി ബജാത്തി ഹേ, കാറ്റുണ്ടല്ലോ വിസിലടിക്കും, അല്ലെ ചൂളം വിളിക്കും. മछलियाँ ധാതു ഓർ മുച്ചേ ഠാൻതി ഹുയി ആത്തി ഹേ, മീനുകളൊക്കെ ധാതു ഓർ മുച്ചേ ഠാൻതി ഹുയി ആത്തി ഹേ, ഞങ്ങളെ തെരഞ്ഞു വരും മീനുകൾ. ഠാൻതി ഹുയി ആത്തി ഹേ, ഞങ്ങളെ തെരഞ്ഞു വരും. ഠാൻതി മീൻസ് ടു സെർച്ച്, തെരഞ്ഞു വരും. മേരി ഉങ്കലിയാം കുതർത്തി, എൻ്റെ കാലിൻ്റെ വിരലുകളെ അവൻ കടിക്കും. മീനൊക്കെ വന്നേച്ചേ കാലെ കൊത്തും, കാലിൽ ഇങ്ങനെ കടിക്കും. മേരി ഉങ്കലിയാം കുതർത്തി, കുതർത്തി മീൻസ് കടിക്കുക. മേരി ഉങ്കലിയാം കുതർത്തി ഹേ और മുझे खेलने को बुलाती है, കളിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുകയാണ് അവർ. ആരാ വിളിക്കുന്നത്? മछलियाँ, മീനുകൾ ഞങ്ങളെ വിളിക്കും, ബാ നമുക്ക് കളിക്കാവുന്നു. കണ്ടില്ലേ പടത്തിലെ മീനുകളൊക്കെ അവരുടെ കാൽക്കലുണ്ട്, അതവരുടെ കാലെ കടിക്കും അല്ലേ. എന്താ ഈ കടിക്കുന്നത്? ഹിന്ദി വാക്ക് കുതർത്തി. ഉങ്കലിയ മീൻസ് വിരലുകൾ, കാൽവിരലുകളിൽ വന്ന് കടിക്കും. നമുക്കറിയാം, നമ്മൾ കുളിക്കാനൊക്കെ ആറ്റിലിറങ്ങുമ്പോൾ കാലിൽ വന്ന് മീനുകളൊക്കെ ഇങ്ങനെ കുത്താറില്ലേ, അതാണ് കുതർത്തി. ഉങ്കലിയാം കുതർത്തി, മേരി ഉങ്കലിയാം കുതർത്തി, എൻ്റെ വിരലുകളെ വന്ന് കടിക്കും. അവർ കുതർത്തി ഹേ അവർ മുझे खेलने को बुलाती है, അവർ ഞങ്ങളെ കളിക്കാൻ വേണ്ടി വിളിക്കുകയാണ് ചെയ്യുന്നത്. ഹം ദൗഡ് ലഗാത്തെ ഹേ, ഞങ്ങൾ ഓടും.
അവർ കലാബാജിയാം ഖാത്തെ ഹേ ഓടുന്ന വഴിക്ക് പല അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് തല്ലേ കുത്തുപറയുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് വരുന്നത്. കലാബാജിയാം ഖാത്തെ ഹേ ജബ് അന്ധേര ഹോ ജാത്തെ ഹേ ഇരുട്ടാവുമ്പോഴോ തോ മേം ധാതു കാ ഹാത്ത് പകഡ് ലേത്തി ഹും അപ്പോൾ മുത്തച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. ഉൻകെ സാത്ത് അദ്ദേഹത്തോടു കൂടെ മേ കുതത്തി ഫുദത്തി ഖർ ആ ജാത്തി ഹും ഞാൻ ചാടി കുതിച്ച് മറിഞ്ഞു ഇങ്ങനെ വീട്ടിൽ വരും. കുതത്തി ഫുദത്തി തുള്ളിച്ചാടി ഖർ ആ ജാത്തി ഹേ വീട്ടിൽ വരും. और फिर ധാതു अपनी मनपसंद കിതാബ് അത് കഴിഞ്ഞിട്ടേ ധാതു अपनी मनपसंद കിതാബ് തനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം പഠിനെ ബൈറ്റ് ജാത്തെ ഹേ വായിക്കാൻ വേണ്ടിയിരിക്കും. ധാതു ഹേ കോയി ജാദുയി കിതാബ് ഹേ ഇതെന്നാ വലിയ വാചിക്കുന്ന ബുക്കാണോ എന്ന് കുട്ടി ചോദിക്കും. ധാതു യഹ് കോയി ജാദുയി കിതാബ് ഹേ ഇത് വല്ല മാന്ത്രിക ബുക്കുവാണോ മേ പൂജ്തേ ഹും ഞാൻ ചോദിക്കും. ധാതു മുസ്കുരാത്തെ ഹേ വലിയച്ഛൻ അല്ലെ മുത്തച്ഛൻ ചിരിക്കും. മുസ്കുരാന മീൻസ് ചിരിക്കുക, മന്ദഹസിക്കുക എന്ന് ചെറുതായി ചിരിക്കുന്നതിനാണ് പറയുക. ധാതു മുസ്കുരാത്തെ ഹേ ക്യാ മേം ഭീം ജാദൂഗർ ബനൂങ്കി ഞാനും ഒരു മാന്ത്രികനാകട്ടെ. മേ ഫിർ പൂച്ച്തി ഹും ഞാൻ വീണ്ടും ചോദിക്കും. ആപ്കി തറഹ് അങ്ങേ പോലെ. വേ കഹത്തെ ഹേ അബ് സോ ജാവോ അദ്ദേഹം പറയും ഇപ്പോൾ ഉറങ്ങാൻ പോയിക്കോളൂ. ഉൻകി ഗോദ് മേ സിർ രഖ് കർ അദ്ദേഹത്തിൻ്റെ മടിയിൽ തല ചായ്ച്ച് മേം സോ ജാത്തി ഹും ഞാൻ ഉറങ്ങും. മുझे अपने ധാതു സേ ബെഹത് പ്യാർ ഹേ എനിക്ക് ഞങ്ങളുടെ വലിയച്ഛനോടെ വലിയ ഇഷ്ടമാണ്. മേ പ്രാർത്ഥന കർത്തി ഹും ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിക്കും. कि एक दिन ഒരു ദിവസം മേം ഭീ ഉൻകെ ജൈസെ ബനൂം ഒരു ദിവസം ഞാനും അദ്ദേഹത്തെ പോലെ ആവും. വലിപ്പമുള്ളൊരു വലിയ ആളായിത്തീരുമെന്നാണ് കുട്ടി പറയുന്നത്. ഞാനും അദ്ദേഹത്തെ പോലെ പ്രായം ചെന്ന ഒരാളായിത്തീരും എന്നാണ് കുട്ടി പറയുന്നത്. ഈ ലെസൺ എഴുതിയത് ഗീത ധർമ്മരാജാണ്. ഇത് രസമുള്ളൊരു പാഠമല്ലേ? അത് നിങ്ങൾ വായിച്ച് പലവട്ടം വായിച്ച് പഠിക്കണം, അർത്ഥമൊക്കെ പഠിക്കണം കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.